വെൽക്കം തഹ്മനാണ്. ഈ വീഡിയോ മെഡിസിനൽ കെമിസ്ട്രി വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ SAR ഓഫ് സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഓഫ് കോളിനർജിക് അഗോണിസ്റ്റ് അല്ലെങ്കിൽ കോളിനർജിക് അഗോണിസ്റ്റിനെ നമ്മൾ പാരാസിമ്പത്തറ്റിക് ഡ്രഗുകൾ എന്നും പറയും. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കോളിൻ ആണ്. എവിടെയായാലും പല സൈറ്റുകളുണ്ട്. പ്രീ ഗാംഗ്ലിയോണിക് ഉണ്ട്, പോസ്റ്റ് ഗാംഗ്ലിയോണിക്കിൽ പല ഭാഗത്തും അസറ്റൈൽ കോളിൻ ആണ്. ദെൻ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൽ അസറ്റൈൽ കോളിൻ ക്യാൻ ആക്ട് ഇൻ ഡിഫറൻറ്റ് സൈറ്റ്. ഒന്ന് നിക്കോട്ടിനിക് റിസപ്റ്ററിൽ ആക്ട് ചെയ്യാൻ പറ്റും, മെസ്കാർനിക് റിസപ്റ്ററിൽ ആക്ട് ചെയ്യാൻ പറ്റും. സോ നിക്കോട്ടിനിക് തന്നെ NN ഉണ്ട്, NM ഉണ്ട്. NN നിക്കോട്ടിനിക് ന്യൂറോണൽ ആൻഡ് നിക്കോട്ടിനിക് മെസ്കുലാർ. മെസ്കാർനിക് ആണെങ്കിൽ M1, M2, M3 ഒക്കെയാണ് പ്രധാനപ്പെട്ട റിസപ്റ്റേഴ്സ്. സോ അസറ്റൈൽ കോളിൻ ഇവിടെ ആക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദിസ് അസറ്റൈൽ കോളിൻ ഇസ് ആൻ എസ്റ്റർ. എസ്റ്റർ ആണ്. എസ്റ്റർ ഓഫ് വാട്ട്? എസ്റ്റർ ഓഫ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് പ്ലസ് കോളീൻ. കോളീൻ ഇസ് ആൻ ആൽക്കഹോൾ ആണ്. അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് വരെ ശരീരത്തിൽ അസറ്റൈൽ CoA വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. സോ അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് എഴുതി നോക്കി കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് C3C ഡബിൾ ബോണ്ട് OH ആണ് അല്ലെ. ഇതാണ് അസറ്റിക് ആസിഡ് പ്ലസ് കോളീൻ. കോളീൻ ഞാൻ ജസ്റ്റ് ചുമ്മാ കോളീൻ എഴുതുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന എസ്റ്റർ ആണ്. എസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ നടുവിൽ വരണം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. കോളിൻ്റെ സ്ട്രക്ചർ കൂടി എഴുതാം, എന്നാലാണ് ശരിയാകത്തുള്ളൂ. കോളിൻ്റെ സ്ട്രക്ചർ ഇവിടെ NCH3CH3CH3 ഉണ്ട്. ദെൻ ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ H ഉണ്ട് കേട്ടോ. ദെൻ ഇവിടെ OH. ഇതാണ് കോളീൻ എന്ന് പറയുന്നത്. സോ ഈ OHലെ ഇതും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും വാട്ടർ അങ്ങോട്ട് മാറും. വാട്ടർ മാറി നമുക്ക് O നടുവിൽ കിട്ടണം. സോ അതാണ് അസറ്റൈൽ കോളീൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്കൊന്ന് എഴുതി കഴിഞ്ഞാൽ CH3C ഡബിൾ ബോണ്ട് O, പിന്നെ O ആണ്, അതാണ് എസ്റ്റർ. ദെൻ രണ്ട് CH2 ഗ്രൂപ്പ് ഉണ്ട്. ദെൻ ഒരു നൈട്രജനിൽ ഇങ്ങനെ 3 സ്ഥലത്ത് CH3. നമുക്ക് അസറ്റൈൽ കോളീൻ കിട്ടി. ഇതാണ് സ്ട്രക്ചർ ഓഫ് അസറ്റൈൽ കോളീൻ. ഈ അസറ്റൈൽ കോളീൻ്റെ സ്ട്രക്ചറിനെ നമുക്ക് 3 ഭാഗങ്ങളാക്കാം. ഒന്ന് ഈ എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഭാഗമാണ്, ദിസ് ഭാഗം. ഇതിനെ നമുക്ക് ട്രൈ മീഥൈൽ അമോണിയം ഗ്രൂപ്പ് എന്ന് വിളിക്കാം. കാരണം 1, 2, 3 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓണിയം എന്ന് വിളിക്കാം, ഓണിയം എന്നും നമുക്ക് വിളിക്കാമല്ലോ. ആൻഡ് ഈ 4 കാർബൺ ഉണ്ട് നൈട്രജന് ചുറ്റും. ഇത് 1, 2, 3, 4. സോ ദിസ് ഈസ് എ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആണ്. സോ ദർ ഷുഡ് ബി എ പോസിറ്റീവ് ചാർജ് കൂടിയുണ്ട്. ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇത് വാട്ടർ സോൾബിൾ ആയിരിക്കും, പോളർ ആയിരിക്കും. ആൻഡ് രണ്ടാമത്തെ ഭാഗം ഏതാണ്? രണ്ടാമത്തെ ഭാഗം എത്തിലീൻ ബ്രിഡ്ജ്. ഇതാണ് എത്തിലീൻ ബ്രിഡ്ജ്. 2 കാർബൺ ഉള്ള ഒരു ഭാഗമാണ്. അതിൽ ഒന്ന് നൈട്രജനായിട്ട് ചേർന്നിരിക്കുന്ന കാർബൺ ആണ്. ഇതിനെ നമുക്ക് ആൽഫ കാർബൺ എന്ന് വിളിക്കാം. രണ്ടാമത്തത് അവിടെ നിന്ന് ദൂരെ ഉള്ളതാണ്, അല്ലെങ്കിൽ ഓക്സിജന്റെ അടുത്തുള്ളതാണ്. ഇത് നമുക്ക് ബീറ്റ കാർബൺ എന്ന് വിളിക്കാം. സോ ഇതാണ് രണ്ടാമത്തെ ഭാഗം. ആൻഡ് മൂന്നാമത്തെ ഭാഗം അസറ്റൈൽ ഓക്സി ഭാഗമാണ്. ഇതിനെ നമുക്ക് അസറ്റൈൽ ഓക്സി ഗ്രൂപ്പ്. സോ ഇത് അസറ്റൈൽ ഗ്രൂപ്പ് ആണ്, ഇത് ഓക്സി. സോ അസറ്റൈൽ ഓക്സി ഭാഗം എന്ന് നമുക്ക് വിളിക്കാം. ഈ അസറ്റൈൽ കോളീനൊക്കെ നമുക്ക് സോൾട്ട് ആയിട്ടാണ് കിട്ടുക. സോ ക്ലോറിൻ സോൾട്ട് അല്ലെങ്കിൽ ബ്രോമൈഡ്, അയഡൈഡ് അങ്ങനെയൊക്കെയുള്ള സോൾട്ട് ആയിട്ടായിരിക്കും കിട്ടുക. നമുക്ക് ആദ്യം ദിസ് ട്രൈമീഥൈൽ അമോണിയം ഓർ ഓണിയം ഗ്രൂപ്പിനെ പറ്റി പറയാം. ഈ ഭാഗത്തെ പറ്റി നമുക്കൊന്ന് പറയാം. ദിസ് ഏരിയ ആണ് നമ്മുടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ക്വാട്ടർണറി അമോണിയം സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ ഓപ്റ്റിമം ആക്ടിവിറ്റി അഫിനിറ്റി ഓൺ റിസപ്റ്റർ. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് വേണം, എങ്കിൽ മാത്രമേ റിസപ്റ്റർ നിക്കോട്ടിനായാലും മസ്കാർനിക്കായാലും അവിടെ ചില അമിനോ ആസിഡ്സ് വിത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഉദാഹരണം പ്രോലിൻ പോലെയുള്ളതൊക്കെ പിടിക്കണമെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് അത്യാവശ്യമാണ്. അപ്പോൾ അത് മെത്താക്കോളിൽ അതുണ്ട്, ബെത്തനക്കോളിൽ അതുണ്ട്, കാർബക്കോളിൽ അങ്ങനെയാണ്, മസ്കാരിനിൽ എല്ലാത്തിലും ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ എക്സെപ്ഷൻസ് എവിടെയെങ്കിലും ഉണ്ടോ എന്നായിരിക്കും ഒരു ചോദ്യം. അങ്ങനെ 2 എക്സെപ്ഷൻ ഉണ്ട്. 1 ഈസ് നിക്കോട്ടിൻ ആണ്. നിക്കോട്ടിൻ എന്ന് പറയുന്ന മരുന്നിൽ നിക്കോട്ടിന്റെ സ്ട്രക്ചർ ഇപ്പൊ ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ N ഇവിടെ ഉണ്ട്, ഇവിടെ ഇതാണ്. ദെൻ ഇവിടെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഒരു CH3 ഉണ്ട്. സോ ഇതാണ് നിക്കോട്ടിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് പൈലോകാർപ്പിൻ ആണ്. പൈലോകാർപ്പിൻ ഒന്ന് വരച്ചു നോക്കിക്കഴിഞ്ഞാൽ അതും ഡിഫറെന്റ് സ്ട്രക്ചർ ആണ്. അത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഡബിൾ ബോണ്ടോ ഉണ്ട്, ഇവിടെ ഓക്സിജൻ ആണ്, ദെൻ ഒരു CH2 ഇവിടെ ഉണ്ട്, ദെൻ പിന്നെയും ഇങ്ങനെ തന്നെ സ്ട്രക്ചർ ആണ്. ഓക്കെ, അവിടെ നൈട്രജൻ, ഇവിടെ ഡബിൾ ബോണ്ട് വരച്ചാൽ പിന്നെ ഇവിടെ N ഉണ്ട്, ആൻഡ് ഇവിടെ CH3 ഉണ്ട്. സോ ഇവിടെയാണ് ഒരു CH3 ഉള്ളത്, ഇവിടെയാണ് CH3, ഇവിടെ CH2 ഇങ്ങനെ. സോ ഇറ്റ്സ് നോട്ട് എ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്. സ്റ്റിൽ ദീസ് 2, നിക്കോട്ടിൻ ഹാസ് കോളിനർജിക് ആക്ഷൻ, പൈലോകാർപ്പിൻ ഹാസ് കോളിനർജിക് ആക്ഷൻ. പൈലോകാർപ്പിന്റെ മസ്കാർനിക് ആക്ഷൻ ആണ്.
എന്താണ് നിക്കോട്ടനിക് ആക്ഷൻ ആണ് കൂടുതൽ. നമ്മൾ ഇനി ഇവിടെ ക്വാട്ടർണറി മാറ്റുക. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി ടെർഷറി ആവും, ഇതും ഇങ്ങോട്ട് മാറ്റിയ സെക്കൻഡറി ആവും, ഇതും മാറ്റി കഴിഞ്ഞാൽ പ്രൈമറി ആവും. സോ ടെർഷറി, സെക്കൻഡറി ആൻഡ് പ്രൈമറി അമിനോ ഗ്രൂപ്പ്സ് ആക്കി കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് കോളിനർജിക് ആക്ടിവിറ്റി. ഇങ്ങനെ ഈ ഓർഡറിൽ കോളിനർജിക് ആക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ എക്സ്ട്രീം അടുത്ത സ്റ്റെപ്പ്, അപ്പോൾ ഇത് രണ്ടാമത്തെ പോയിന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, ഈ സ്റ്റെപ്പിൽ ഇവിടെ നൈട്രജൻ തന്നെ അങ്ങോട്ട് മാറ്റാന്ന് വെച്ചു. എന്നിട്ട് അവിടെ ഒരു ഫോസ്ഫറസ് പിടിപ്പിച്ച് നോക്കുക. ഫോസ്ഫറസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ, CH3 ഇങ്ങനെ കിട്ടും. 4 CH3 ഇവിടെ പിടിപ്പിക്കാൻ പറ്റും. ദെൻ ആഴ്സനിക് വേണമെങ്കിൽ പിടിപ്പിക്കാം, ഫോസ്ഫറസ് ഓർ ആഴ്സനിക് പിടിപ്പിക്കാം, അല്ലെങ്കിൽ സൾഫർ നമുക്ക് പിടിപ്പിക്കാം, അല്ലെങ്കിൽ ആന്റിമണി നമുക്ക് പിടിപ്പിക്കാം. സോ ഇതൊക്കെ പിടിപ്പിച്ചാലും, തേർഡ് പോയിന്റ്, ഇത് പിടിപ്പിച്ചാലും കോളിനർജിക് ആക്ടിവിറ്റി കുറയും. സോ ഡിക്രീസ്ഡ് കോളിനർജിക് ആക്ടിവിറ്റി. ഇനി നമ്മൾ എക്സ്ട്രീം സ്റ്റെപ്പിൽ ഇവിടെ കാർബൺ ആക്കുകയെന്നായിരിക്കും. സോ വി ചേഞ്ച് ദിസ് ടു കാർബൺ ആക്കി കഴിഞ്ഞാൽ അവിടെ പിന്നെ ചാർജേ ഇല്ല. ഓക്കെ, ചാർജനായി കഴിയുമ്പോൾ ഇനാക്റ്റീവ് ആകും. സോ ദിസ് വിൽ ബിക്കം ഇനാക്റ്റീവ്, ഒട്ടും ആക്ഷൻ ഇല്ലാത്ത അവസ്ഥ വരും. ഇനി ഇവിടെ CH3 ആണ് നമ്മൾ പിടിപ്പിച്ചു വെച്ചിരിക്കുക. CH3 ആറാമത്തെ പോയിന്റ് അതാണ്. ഈ CH3 ഒന്ന് മാറ്റുകയെന്ന് വെച്ചു. മിനിമം 2 CH3 എങ്കിലും ഈ ഗ്രൂപ്പിൽ വേണം. ഇനി CH3 മാറ്റി നമ്മൾ അവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കാന്ന് വെച്ചു. N ഇവിടെ ഉണ്ട്. സോ ഇവിടെ നമ്മൾ CH2CH3 ഈഥൈൽ ഗ്രൂപ്പ് ഒരെണ്ണം പിടിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രൊപ്പൈൽ ഗ്രൂപ്പ് പിടിപ്പിച്ചാലും ആക്ടിവിറ്റി താഴും. ഇനി ഇവിടെ എല്ലാത്തിൽ നിന്നും മാറ്റുകയാണ്. ഈ 3 സൈഡിലും ഉള്ളത് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ C2H5 അല്ലെങ്കിൽ CH2 അങ്ങനെ, അല്ലെങ്കിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ് എല്ലാം ഇവിടെയൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ സംഭവം കളി മാറി. സംഭവം ഇപ്പോൾ അഗോണിസ്റ്റ് പോയി വിൽ ബിക്കം ആന്റഗോണിസ്റ്റ് ആവും. ഇത്രയും മാറ്റങ്ങളൊക്കെ വരും. സോ ദിസ് ദ 7th പോയിന്റ് ആയിരിക്കും. സോ ഇവിടെ CH3 ഗ്രൂപ്പ് മസ്റ്റ് ആണ്. ഒന്ന് കുറഞ്ഞാലും ഒക്കെ ആക്ടിവിറ്റി കുറച്ച് കുറയുന്നു മാത്രമേ ഉള്ളൂ. ഇത് മാറ്റി കഴിഞ്ഞാൽ ആക്ടിവിറ്റി കുറയും, പക്ഷേ കാർബൺ ആക്കിയാൽ ആക്ടിവിറ്റി നിൽക്കും. ദെൻ ഇത് മൊത്തം നമ്മൾ സംഭവമാക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ ഹൈ മോളിക്കുലാർ വെയിറ്റ് വലിയ ചെയിനൊക്കെ കൊണ്ടുവന്ന് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ പോയി ആന്റഗോണിസ്റ്റ് ആയി പോകും. സോ എന്താ ഇതിന് കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ഈ CH3 ഗ്രൂപ്പ് അത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ചാർജ് അങ്ങോട്ട് ഡിഫ്യൂസ്ഡ് ആയി പോകും. മാത്രമല്ല ഈ വലിയ ഗ്രൂപ്പുകൾ പിടിക്കുമ്പോൾ ഇത് വലിയ ഗ്രൂപ്പ് ഇവിടെ ഇടുമ്പോൾ സ്റ്റെറിക് ഇന്റർഫറൻസ് ഉണ്ടാകും. അല്ല, സ്റ്റെറിക് ഇന്റർഫറൻസ് സ്ട്രക്ചർ വലുതായത് മൂലം അവിടെ ചില സ്ഥലത്തൊന്നും അവിടെ ഒട്ടിച്ചേരാൻ പറ്റില്ല. ഇപ്പൊ പൂച്ച കിടക്കുന്നിടത്ത് പോയി പുലിക്ക് കിടക്കാൻ പറ്റും? ഇല്ല. അതേപോലെയാണ്, ഇത് പൂച്ചയാണ്, പുലിയാണ് ഇത് വലുത്. അപ്പൊ അവിടെ പോയി അത് പിടിപ്പിക്കാൻ പറ്റും. സോ സ്റ്റെറിക് ഇന്റർഫറൻസ് മൂലം ആക്ഷൻ കുറയും. സോ വലിയ ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും സ്റ്റെറിക് ഇന്റർഫറൻസ് കൂടി അവിടെ ഫുള്ളി അഗോണിസ്റ്റ്, ഒറിജിനൽ ആൾക്ക് വന്ന് ഒട്ടിച്ചേരാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവൻ അങ്ങ് ബ്ലോക്ക് ആക്കും. സോ ആന്റഗോണിസ്റ്റ് ആകും. അപ്പൊ നമുക്കിനി അടുത്തത് എത്തിലിൻ ബ്രിഡ്ജിന്റെ കാര്യത്തിലേക്കാണ് വരിക. എത്തിലിൻ ബ്രിഡ്ജ് ഈ ഏരിയയാണ് നമ്മൾ ഈ പറയാം. എത്തിലിൻ ബ്രിഡ്ജിന്റെ ഭാഗം വന്നാൽ, സോ ഇവിടെ ഈ നൈട്രജനും ഈ ഓക്സിജനും, ഇത് ഓക്സിജൻ ഇതിനിടയിൽ 2 കാർബൺ, 1 കാർബൺ ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ, തമ്മിൽ 2 കാർബൺ ഡിസ്റ്റൻസ് ആണ് ഐഡിയൽ. ഒപ്റ്റിമം ഫുൾ അഗോണിസ്റ്റിക് ആക്ഷൻ കിട്ടാനായിട്ട്, റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാനായിട്ട് ഇതാണ് ബെസ്റ്റ്. സോ റിംഗ് ഓഫ് 5 എന്നൊക്കെ പറയുന്നത് ഈ 4 കാർബൺ ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ മീഥാൽ. സോ മീഥാലിനും ഈ നൈട്രജനും ഇടയിൽ 4 കാർബൺ വേണം എന്നൊക്കെയാണ് നമ്മുടെ ഒരു റൂളൊക്കെ ഉള്ളത്. സോ 2 കാർബൺ ഡിസ്റ്റൻസ്, 2 കാർബൺ ഉള്ള സംഭവമാണ് ഇവിടെ ഇരിക്കുക. ഇനിയിപ്പോൾ കാർബണിന്റെ നീളം കൂട്ടുകയാണ്. ഇവിടെ ഒരു ഇടയ്ക്ക് ഒരെണ്ണം 3 ആക്കുകയാണ്, അല്ലെങ്കിൽ ഇത് ഒരെണ്ണം കളഞ്ഞ് 1 ആക്കുകയെന്ന് വെച്ചു. അപ്പോഴും എല്ലാം ആക്ടിവിറ്റി കുറയും. സോ ഫസ്റ്റ് പോയിന്റ് 2 കാർബൺ ഓപ്റ്റിമം ആക്ടിവിറ്റിക്ക് വേണം എന്നുള്ളതാണ്. രണ്ടാമത്തത് കൂട്ടിയാലും കുറച്ചാലും, നീളം കൂട്ടിയാലും കുറച്ചാലും, ഷോർട്ടനിങ് ഓർ ലെങ്തനിങ് ഓഫ് കാർബൺ ചെയിൻ ഡിക്രീസസ് ദ ആക്ഷൻ കുറയും. ഇപ്പോൾ മീഥൈലാക്കിയാലും പ്രൊപ്പൈലാക്കിയാലും ആക്ഷൻ കുറയും. അസറ്റൈൽ കോളിന് നമുക്കറിയാം 2 റിസപ്റ്ററിലും ആക്ഷൻ ഉണ്ട്, നിക്കോട്ടിനിക് റിസപ്റ്ററിലും ആക്ഷൻ ഉണ്ട്, മസ്കാർനിക് റിസപ്റ്ററിലും ആക്ഷൻ. പക്ഷേ ഈ ചെയിനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താം. അല്ല, ഞാൻ ഇവിടെ H ആണ്, CH2 ആണ്, PHന്റെ സ്ഥലം ഞാൻ കാലിയാക്കി ഇട്ടിരിക്കുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ വരുത്താം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ആൽഫ കാർബണിൽ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കുകയാണെന്ന് കരുതിയാൽ, സോ ഇപ്പൊ എന്തായി? അസറ്റൈൽ കോളിന് പകരം അസറ്റൈൽ ആൽഫ മീഥൈൽ കോളിനായി. അപ്പോൾ ഇതിന് നിക്കോട്ടിനിക് ആക്ഷൻസ് വർദ്ധിക്കും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് അതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റ് ആൽഫയിൽ പിടിപ്പിച്ചാൽ, CH3 പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻക്രീസ്ഡ് നിക്കോട്ടിനിക്. പക്ഷേ പകരം നമ്മൾ ഇവിടെയാണ് പിടിപ്പിക്കുന്നതെങ്കിലോ, ഇവിടെ ബീറ്റ പൊസിഷനിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ, ബീറ്റയിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു CH3 പിടിപ്പിച്ചു എന്ന് കരുതുക, ഇതില്ല, ഇവിടെ മാത്രം, എങ്കിൽ ഇതിന് മെസ്കാർനിക് ആക്ഷൻ ആയിരിക്കും കൂടുക, നാലാമത്തത്. അപ്പോൾ ബീറ്റ പൊസിഷനിൽ CH3 പിടിപ്പിച്ചു കഴിഞ്ഞാൽ മെസ്കാർനിക് ആക്ഷൻ കൂടും. എന്താണ് തെളിവ് എന്ന് വെച്ചാൽ മെത്താക്കോളിനാണ്. സോ ഇതിപ്പോ ഇല്ലാന്ന് കൂട്ടുക, ഇതിവിടെ ഇല്ലെങ്കിൽ ഈ സ്ട്രക്ചർ ഈസ് നൗ മെത്താക്കോളിനായി. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ ആണ് ബെത്തനക്കോളിന് ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത് ഞാൻ അടുത്ത ഇതിനെ പറ്റി പറയുമ്പോൾ പറയാം. സോ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെയിം ആണ്. ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്. സോ എന്താണ് ഇവിടെ CH3 ഗ്രൂപ്പ് പിടിപ്പിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ, ദിസ് ഡ്രഗ് ബിക്കം റെസിസ്റ്റന്റ് ഓർ മോർ റെസിസ്റ്റന്റ് ടു കോളീൻ എസ്റ്ററേസസിന് വന്നിട്ട് പഴയതുപോലെ കട്ട് ചെയ്യൽ നടക്കില്ല, പിന്നെ കൊല്ലാനായിട്ട് പറ്റില്ല. സോ ദീസ് ആർ റെസിസ്റ്റന്റ്
reaction become more resistant to cholinesterase. ഇനി നമ്മൾ കുറച്ചും കൂടി കടന്നുകയാണ്. ഇനി നമ്മൾ ഇവിടെ മീഥൈൽ ഗ്രൂപ്പിന് പകരം നമ്മൾ ഈഥൈൽ ഗ്രൂപ്പോ CH3CH2 ഓർ CH3CH2 കട്ടക്കട്ട എന്ന് കരുതി ഇങ്ങനെ അങ്ങ് പിടിപ്പിച്ച് പോവുകയാണെങ്കിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഒക്കെ പിടിച്ച പണി പാളി. സോ ഡിക്രീസ്ഡ് ആക്ഷൻ ആണ്. സോ മീഥൈൽ ഗ്രൂപ്പ് വരെ പരമാവധി പറ്റത്തുള്ളൂ. ഡിക്രീസ്ഡ് കോളിനർജിക് ആക്ടിവിറ്റി. സോ ലെങ്ത് ഓഫ് ദ കാർബൺ ചെയിൻ കൂടിക്കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് കോളിനർജിക് ആക്ടിവിറ്റിയാണ്. പരമാവധി ആക്ഷൻ മീഥൈൽ ഗ്രൂപ്പിന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് പിടിപ്പിച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കൈറാൽ സെന്റർ ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ H ആണ്, ഇവിടെ C ആണ്, ഇവിടെ O ആണ്, സോ ഇവിടെ CH3 ആണ്. സോ ഒരു കൈറാൽ സെന്റർ ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. അതിൽ S ഇനാൻഷ്യോമറിനാണ് കൂടുതൽ ആക്ടിവിറ്റി റാദർ ദാൻ ദ R ഇനാൻഷ്യോമർ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേ. സോ R ഇനാൻഷ്യോമർ ഈസ് ലെസ് പൊട്ടന്റ് ദാൻ S ഇനാൻഷ്യോമർ. പിന്നെ അടുത്ത ഗ്രൂപ്പ് ലാസ്റ്റ് ഭാഗം നമുക്ക് പറയാനുള്ളത് ഈ ഭാഗമാണ്. അതിനെ നമ്മൾ അസറ്റൈലോക്സി ഭാഗം എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഈ ഗ്രൂപ്പ് വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ഫോർ ആക്ടിവിറ്റി ആൻഡ് ദർ മസ്റ്റ് ഷുഡ് ബി ആൻ എസ്റ്റർ. ഇവിടെ ഒരു എസ്റ്റർ വേണം ആൻഡ് എസ്റ്റർ വിത്ത് എ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ചാർജ് ഉള്ള എവിടെയെങ്കിലൊക്കെ പോയി പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ എങ്കിൽ മാത്രമേ റിസപ്റ്ററിലൊക്കെ ഒട്ടിച്ചേരാനും പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. സോ അത് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഈ അസറ്റൈലോക്സി മാറ്റി അതായത് ഈ മീഥൈൽ ഗ്രൂപ്പിന് പകരം നമ്മൾ ഒരു അമിനോ ഗ്രൂപ്പ് പിടിപ്പിക്കുകയാണെന്ന് കരുതുക. അമിനോ ഗ്രൂപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കാർബാമിക് ആസിഡ് എന്ന് എഴുതി നോക്കി കഴിഞ്ഞാൽ ഇവിടെ NH2C ഡബിൾ ബോണ്ട് O വരും അല്ലെ. ഇത് മാറ്റി ഇതാക്കിയാൽ NH2C ഡബിൾ ബോണ്ട് O. സോ ഇതിന് കോളിനർജിക് ആക്ടിവിറ്റി കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ദിസ് സ്ട്രക്ചർ ഈസ് നൗ റെസിസ്റ്റന്റ് ടു അസറ്റൈൽ കോളിൻ ഓർ കോളിൻ എസ്റ്ററേസസിന് റെസിസ്റ്റന്റ് ആണ്. നമ്മുടെ പ്രകൃതിയിൽ നമുക്കിത് ആവശ്യമില്ല അല്ലെ. നമുക്ക് അസറ്റൈൽ കോളിൻ പിടിക്കണം, അപ്പൊ തന്നെ കോളിൻ എസ്റ്ററേസ് വഴി നശിക്കണം, ആക്ഷൻ പോകണം, പിന്നെയും പിടിക്കണം, ഇതാണ് വേണ്ടത്. പക്ഷെ റെസിസ്റ്റന്റ്. സോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ചിലതിന് ആക്ഷൻ കൂടി ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് ഒക്കെ ആവുന്നത് ഈ കാർബാമിനോ സ്ട്രക്ചർ ഒക്കെ ചേർക്കുമ്പോഴാണ്. സോ സിമ്പിൾ എക്സാമ്പിൾ കാർബക്കോൾ ആണ്. കാർബക്കോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇവിടെ CH3ക്ക് പകരം ഇവിടെ NH2 ആണ് കാർബക്കോളിനുള്ളത്. ഇനി ബെത്തനക്കോളിനാണെങ്കിൽ ഓക്കെ ഇതുണ്ട് പ്ലസ് ഇവിടെ ഈ ബീറ്റയിൽ നമുക്കൊരു CH3 ഗ്രൂപ്പ് കൂടി ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു ഇത് കൂടുതൽ മസ്കാരനിക് ആക്ഷൻ കൂടുതലാണെന്ന് പറഞ്ഞു. സോ ബെത്തനക്കോളിന് കൂടുതൽ ആക്ഷൻ ഉണ്ട്, മസ്കാരനിക് ആക്ഷനും കൂടുതൽ ആയിരിക്കും എന്ന് നമുക്ക് ഓർക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ CH3 മാറ്റുന്നുണ്ട്, പക്ഷേ CH3ക്ക് പകരം NH2 പിടിപ്പിക്കുന്നില്ല, മാഡ് ആക്കുന്നില്ല. പകരം നമ്മൾ കുറച്ചും കൂടി വലിയ ഒരു ഗ്രൂപ്പുകളൊക്കെ ഒന്ന് പിടിപ്പിച്ചു നോക്കാം. ഇപ്പൊ ഈഥൈൽ ഗ്രൂപ്പ് CH3CH2 എന്നാക്കി നോക്കാം, അല്ലെങ്കിൽ CH3CH2 ഇങ്ങനെ പ്രൊപ്പൈൽ ഗ്രൂപ്പ് ഒക്കെ പിടിപ്പിച്ച് നോക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ എങ്ങാനും പിടിപ്പിച്ച് നോക്കി കഴിഞ്ഞാൽ ദിസ് ബിക്കം ഇനാക്റ്റീവ് ആകും. നമ്മൾ പരാജയപ്പെട്ടു, ആക്ഷൻ ഇല്ലാതെയായി, ഇനാക്റ്റീവ് ആയി. പക്ഷെ നമ്മൾ വിടുന്നില്ല, നമ്മൾ വേറൊരു ഗ്രൂപ്പ് പിടിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് വലിയ അസൈൽ ഗ്രൂപ്പ്, എന്നാ ഒരു ബെൻസീൻ റിങ് തന്നെ ഫിനൈൽ ഗ്രൂപ്പ് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് തള്ളിയാൽ CH3 ഗ്രൂപ്പിൽ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയി, അന്റഗോണിസ്റ്റ് ആയി, വടിവാമ്പായി. ഓക്കെ, സോ വി ക്യാൻ മേക്ക് അന്റഗോണിസ്റ്റ് ആക്കാം. ഇവിടെ വലിയ ഗ്രൂപ്പ് പിടിപ്പിച്ച്. സോ ഇവിടെയൊക്കെ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ വ്യത്യാസം വരുത്താമെന്ന് പറഞ്ഞു, ഇവിടെ എന്തൊക്കെ വ്യത്യാസം വരുത്താമെന്ന് പറഞ്ഞു, ഇവിടെ വ്യത്യാസം വരുത്താം. ദാറ്റ്സ് ഓൾ ദ സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ഓഫ് അസറ്റൈൽ കോളിൻ ലൈക്ക് കോളിനർജിക് ഡ്രഗ്സ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.